പ്രൈസ്തലോ ദൈവനാമോത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം. മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്തു വിശേഷതയുള്ളൂ. നോക്കൂ, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളി. പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്നവരിൽ ചിലരെങ്കിലും ഇതുപോലെയാണ്. ഒറ്റയ്ക്കായി വളരുന്ന ഒരു മുന്തിരിവള്ളി പോലെ ഒതുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങൾ. എന്നെ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് പറഞ്ഞ് കർത്താവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റെ മകനാണ്, മകളാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചവൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് നിന്നെ കൊള്ളത്തില്ല, യാതൊരു പ്രയോജനമില്ല എന്നെല്ലാവരും പറഞ്ഞ് തള്ളി പറഞ്ഞപ്പോൾ പ്രിയ മക്കളെ, ഒരു കാര്യം ഓർക്കുക, നീ മരത്തിന്റെ ഇടയിൽ വളർന്ന പോലെ അല്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്. എന്നാൽ നോക്കൂ, ഞാൻ നിന്നെ ഫലം കായ്ക്കത്തക്കവണ്ണം ഉപയോഗപ്രദമാക്കി എടുക്കുവാൻ ഞാൻ ശക്തനാണ്. കർത്താപ്പച്ചൻ നമ്മോട് ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ഹല്ലേലൂയ, മറ്റുള്ളവർ തള്ളിക്കളയുമ്പോൾ കർത്താപ്പച്ചൻ നമ്മോട് പറയാ, ഞാൻ ശക്തനാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ബലമുള്ള കൈക്കീഴിൽ നിന്നെ വഹിച്ചുകൊള്ളും, നീ എന്നോട് കൂടെ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. നാം കർത്താവിന്റെ കരങ്ങളിലായി തീരുകയാണെങ്കിൽ പ്രിയ മക്കളെ, നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നോക്കൂ, ഈ മുന്തിരിവള്ളിയെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ തന്നെ ഹല്ലേലൂയ മുന്തിരിയുടെ ഹല്ലേലൂയ തോട്ടമൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഒരു മുന്തിരിവള്ളിയെ ഹല്ലേലൂയ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് യെശയ്യാ പ്രവാചകൻ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. അതായത് യെശയ്യാ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രിയതമനെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മളെ കർത്താപ്പച്ചൻ കാത്തു പരിപാലിക്കുന്നത് നമ്മൾ ഫലം കായ്ക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഫലം കായ്ക്കാത്തതിനാൽ ഉപയോഗശൂന്യമായ ഒരു മുന്തിരിവള്ളിയോടെ യെരുശലേമിലെ ജനങ്ങളെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നാം ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ അപ്പൻ നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ യേശുപ്പൻ വിചാരിക്കുന്ന രീതിയിൽ ഫലം ഉളവാക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഫലം കായ്ക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നീതിയുടെയും യഹോവയോടുള്ള ആ വിശ്വസ്തതയുടെ ഫലം കാണുവാൻ കഴിഞ്ഞില്ല. കാരണം 8-ാം വാക്യത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ 15-8 പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇന്ന് കണ്ടുവരുന്ന ഓരോ മഹാമാരിയുടെയും കാരണങ്ങൾ ഇത് തന്നെയാ. ജനങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ച് എന്തും കാണിപ്പാൻ മടി കാണിക്കാതെ മനുഷ്യർ മനുഷ്യനെ തന്നെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ പ്രിയ മക്കളെ, വല്ലാത്ത ലോകത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ. ജനങ്ങൾ ഇന്ന് മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം നോക്കുമ്പോൾ വിശ്വസ്തയോട് കൂടെ വസിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യാത്ത എല്ലാ വിശ്വാസികളെ വെട്ടിക്കളയുകയും തീയിലിടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം വേണ്ടും പോലെ ഫലം കായ്ക്കണം ഈ നാളുകളിൽ. ഹല്ലേലൂയ. നോക്കൂ, ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ വളരെ ചെലവുള്ളതാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് നാം വായിച്ചതുപോലെ നോക്ക്, മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി അടച്ച് ഹല്ലേലൂയ വേലി കെട്ടണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതിലെ വേണ്ടാത്ത കല്ലുകളൊക്കെ പെറുക്കിക്കളയണം. ഹല്ലേലൂയ. ദൈവഹിതമാവണ്ണം നാം ഓരോ കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാകത്തുള്ളൂ. വേണ്ടാത്ത കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞ് അതിൽ നല്ല വക മുന്തിരിവള്ളി തന്നെ നടണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശുവപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അതായത് വേലി കെട്ടി അടയ്ക്കുന്ന എന്തിനാ? മറ്റൊരു കൃഷിക്കും. ഹല്ലേലൂയ. ഇതുപോലെ ചുറ്റും വേലിയുടെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇത് കെട്ടുന്നത്? മുന്തിരിവള്ളികളെ കുറുക്കന്മാരിൽ നിന്നും കാട്ടുപന്നികളിൽ നിന്നും കള്ളന്മാരിൽ നിന്നൊക്കെ രക്ഷിക്കാന്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇതുപോലെയാണ് ഈ നാളുകൾ ഒരു വിശ്വാസിയുടെ ജീവിതം. ഹല്ലേലൂയ. കെട്ടിയുറപ്പോട് സൂക്ഷിച്ചില്ലെങ്കിൽ പല കള്ളന്മാരും കുറുക്കന്മാരെല്ലാം കടന്നു വന്ന് അതിൽ കയറി കള വിതറുവാൻ, വേണ്ടാത്തത് നശിപ്പിക്കുവാൻ, ഹല്ലേലൂയ, പൂ വരുന്നതെല്ലാം നശിപ്പിക്കുവാൻ, ഹല്ലേലൂയ, അതിന്റെ വള്ളിത്തലയൊക്കെ മുറിച്ചു കളയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആത്മീയത്തിൽ നമ്മൾ വളരണമെങ്കിൽ ഈ നാളുകളിൽ ഹല്ലേലൂയ വേണ്ടും പോലെ കെട്ടുറപ്പോട് ജീവിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നല്ല സംരക്ഷണം ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു മുന്തിരിവള്ളിയെ ഹല്ലേലൂയ ഫലവത്താക്കി എടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. പ്രിയ മക്കളെ, ആത്മീയത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകുവാനല്ല. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ ഉറങ്ങിക്കിടക്കുവാനല്ല, ഞാൻ ഉണർന്ന് ഈ നാളുകളിൽ പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. ദുഷ്ടൻ എൻ്റെ മേൽ ഹല്ലേലൂയ കണിവെക്കാതെ, ഹല്ലേലൂയ, അത് കളവിതറാതെ ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കണം. എന്നെ തന്നെ ഞാൻ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം. ഹല്ലേലൂയ. നോക്കൂ, വേണ്ടും പോലെ സംരക്ഷണം ചെയ്യണമെങ്കിൽ വേലക്കാർക്ക് താമസിക്കുവാൻ വേണ്ടി കാവൽപുരയൊക്കെ ഹല്ലേലൂയ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഒരു ഗോപുരം ഉണ്ടാക്കും പറയുന്നത്. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളെ കാവൽക്കാരാക്കി ദേശത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാണ്? ഹല്ലേലൂയ, ദുഷ്ടൻ കടന്നു വരാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുവാനാണ്. പ്രിയ മക്കളെ, ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ ഒരു മുന്തിരിവള്ളിയെ എങ്ങനെ എത്രമാത്രം നന്നായിട്ട് സംരക്ഷിക്കുന്നുവോ അതിലുപരിയായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, മുന്തിരിവള്ളി എങ്ങനെയാ വലിയ കല്ലുകളൊക്കെ പെറുക്കി ഹല്ലേലൂയ അതൊക്കെ മാറ്റിയിട്ട് എന്താ, അതൊക്കെ മതിലുകളാക്കി വെക്കും. ഹല്ലേലൂയ. ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കും. ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങളൊന്നും കടന്നു വരാതിരിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വേണ്ടാത്ത കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞ് ഈ ദിനങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി തീരണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലെ 4 മുതലുള്ള വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറ്, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്തേ? ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോടെ എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യെശയ്യാ പ്രവാചകനും എഹെസ്കേൽ പ്രവാചകനും പറയുകയാണ്, ഞാൻ അതിനെ ശൂന്യമാക്കും. ഹല്ലേലൂയ. യഹോവ ഹല്ലേലൂയ അത്രമാത്രം ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ദ്രോഹം ചെയ്തു. ഹല്ലേലൂയ. വേണ്ടും പോലെ കർത്താവിനെ വിളിക്കാതെ, ദൈവഗീതമില്ലാത്ത വഴികളിൽ നടക്കാതെ, ദൈവഗീതമുള്ള വഴികൾ തെരഞ്ഞെടുക്കാതെ ഗീതമില്ലാത്ത വഴികൾ തെരഞ്ഞെടുത്ത് ഹല്ലേലൂയ അതുകൊണ്ടാണ് അതിനെയൊക്കെ ശൂന്യമാക്കുമെന്ന് പറയുന്നത്. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു. അത് തിങ്ങിയ കൊമ്പുകളുടെ ഇടയിൽ വളർന്നു പൊങ്ങിയിരുന്നു. അത് പൊക്കം കൊണ്ടും കൊമ്പുകളുടെ പെരുപ്പം കൊണ്ടും പ്രസിദ്ധമായിരുന്നു. ഹല്ലേലൂയ. ഒരു നാളിൽ നമ്മെ പ്രസിദ്ധമാക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൊമ്പുകൾ ഉയർത്തുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ട്. പ്രിയ മക്കളെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, യോസഫിനെ ഉയർത്തിയ ദൈവം, ദാവീദിനെ ഉയർത്തിയ ദൈവം, ദാനിയേലിനെ ഉയർത്തിയ ദൈവം നമ്മെയും ഉയർത്തും. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് വേണ്ടാത്ത കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞ് കർത്താവിന് ഗിതമാവണ്ണം ജീവിക്കുന്നവരായി തീരുകയാണെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞതുപോലെ അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ.
കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ ഈ ബലമുള്ള ഹല്ലേലൂയ ചെങ്കോലുകൾ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലാണല്ലോ പ്രിയ മക്കളെ. അത് നമുക്ക് വേണ്ടി നീട്ടുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്തു വിശേഷതയുള്ളൂ. പലപ്പോഴും നാം ഓരോരുത്തരും കർത്താവ് എന്നെ കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ നിന്ന് ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ഹല്ലേലൂയ ഉയർപ്പിന്റെ ദിനമുണ്ട്. ഹല്ലേലൂയ. അത് ചിന്തിച്ച് ഓരോ ദിനവും മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാനുള്ള ദൈവകൃപ ഓരോ മക്കളുടെ മേലും ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.